നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇന്ന് നമ്മൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ചിലർ ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോകും, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ ഈ 3 ചെറിയ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചുകൊണ്ട് പോകുന്ന ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോകുന്ന കുട്ടികളുണ്ട്. കാർനോട്ട് സൈക്കിൾ, കാർനോട്ട് ഹീറ്റ് എൻജിൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ഒരു ടോപ്പിക്കുണ്ട്, കുറച്ച് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. അന്നേരം എൻ്റെ വീഡിയോയ്ക്ക് ഇതാണ് നിറച്ചും വരുന്നത്, കാരണം ഇത് നന്നായിട്ടൊന്ന് പഠിക്കാനുണ്ട്. അതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ പറയാം. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം നമ്മുടെ പബ്ലിക് എക്സാം +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ് കണ്ട് തുടങ്ങി വരുന്ന ഒരുപാട് പേര് ടെൻഷനായിട്ടൊക്കെ എന്നോട് വിളിക്കുന്നുണ്ട്, സാറേ ക്ലാസ് കണ്ട് തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അവർ ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പലർക്കും ഇപ്പോഴും അറിയത്തില്ല ഈ +1 ഇംപ്രൂവ്മെന്റ് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടോ ഇല്ലെന്നുള്ളത്. കാരണം എനിക്കൊന്ന് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ +1 ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഫുൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് മുമ്പ് എടുത്ത് കൊടുക്കുന്നില്ല, ഫുൾ ചാപ്റ്റേഴ്സ് എടുത്ത് കൊടുക്കുന്നില്ല, ചിലപ്പം അങ്ങൊന്നും ഇങ്ങനൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരിക്കാം. അന്നേരം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ആദ്യം മുതൽ കണ്ടുപിടിക്കുക, നന്നായിട്ട് സമയം എടുത്ത്, നിങ്ങളുടെ സമയം ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾക്ക് ഒരു ടെൻഷൻ വേണ്ട. ഇതിനിടെ നമുക്ക് മോട്ടിവേറ്റിംഗ് വീഡിയോയും ഒക്കെ നമുക്ക് ഇടാം, അതിനൊന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പോലും നല്ല രീതിയിലാണ് ഞാൻ ചെയ്തു തരുന്നത്. ഇപ്പോൾ ഉദാഹരണം അതിൻ്റെ ആദ്യത്തെ വീഡിയോ ഫിസിക്കൽ വേൾഡ്, നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ധാരണയായി. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് വേണമെങ്കിൽ എനിക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ 2 ക്വസ്റ്റ്യൻ ചെയ്ത് നിർത്താം. ഞാൻ നിർത്തിയിട്ടില്ല, അത് 2 വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ഏകദേശം അതിനെ ഒരുപാട് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ചാപ്റ്റർ ആയിരിക്കും. അന്നേരം മാക്സിമം എല്ലാം നല്ല രീതിയിലാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അന്നേരം നിങ്ങൾ മാക്സിമം അത് എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യാൻ ഉറപ്പായിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് പഠിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊക്കെ ഇഷ്ടം പോലെ ക്ലാസ്സുകളാണ്. നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ്, മോട്ടിവേഷണൽ വീഡിയോ, +1 ക്ലാസ്സുകൾ, +2 ക്ലാസ്സുകൾ, ഡിഗ്രി ക്ലാസ്സുകൾ, 10ാം ക്ലാസ് ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും ഉണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ മുമ്പിൽ നിങ്ങൾ എൻ്റെ ക്ലാസ് കാണുമ്പോൾ ഞാൻ ക്ഷീണിച്ചാവശ്യം എനിക്കൊന്നുമില്ല. അത് കാരണം അറിയാമോ, നമുക്ക് എപ്പോഴും പറയുന്ന ഇനി അങ്ങോട്ടുള്ള സമയത്തെല്ലാം പറയുന്ന മാക്സിമം ഹാർഡ് വർക്ക്, മാക്സിമം മാർക്ക്, അത് നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുന്നുള്ളത് നിങ്ങൾക്ക് സംശയം വേണ്ട. പക്ഷെ പഠിക്കണം, നന്നായിട്ട് വർക്ക് ചെയ്യണം, ഓരോ ദിവസവും മാറ്റി വെക്കരുത്, നന്നായിട്ട് കഷ്ടപ്പെടുക. അതുപോലെ തന്നെ ഇപ്പം +2 ഇപ്പം ക്ലാസ്സുകൾ കണ്ടു തുടങ്ങിയിട്ടുള്ളവർ, അതായത് +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകൾ കണ്ടു തുടങ്ങിയിട്ടുള്ളവർ, +2 അഡ്മിഷന് വേണ്ടി ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വാട്സാപ്പിനകത്ത് മെസ്സേജ് ചെയ്യാം, കോൾ ചെയ്യാം. ഇപ്പം ഞാൻ ഒരു നല്ല ശതമാനം സമയത്ത് ക്ലാസ്സിനാണെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. നിങ്ങളുടെ പേര്, നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ളവർ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സാപ്പ് നമ്പർ ഇട്ടാൽ മതി. 1 വർഷത്തേക്കുള്ള ഫുള്ള് ക്ലാസ്, +2 ഫുൾ ക്ലാസ് നല്ല റെഗുലറായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് +2 ക്ലാസ്സുകളും ഫുള്ള് നോട്ട്സും എല്ലാം ഉൾപ്പെടെ 1 വർഷത്തേക്ക് 2000 രൂപ മാത്രമേ ഉള്ളൂ. അത് കാരണം എല്ലാവരും, ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും അതിനകത്ത് പങ്കെടുക്കണം. അല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റുന്നവർക്ക്, ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം അതിനകത്ത് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100% ഗ്യാരണ്ടി നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിരിക്കും, അത് സംശയമില്ല. അത് അടുത്ത വർഷത്തെ നമ്മുടെ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അന്നേരം ചേരാനുള്ളവർക്കൊക്കെ ചേരാൻ സമയമുണ്ട്, ഒരുപാട് വൈകാതെ തന്നെ ചേരുക. അന്നേരം ഇന്ന് നമ്മൾ അടിപൊളി ഒരു ടോപ്പിക്കാണ് കാർനോട്ട് സൈക്കിൾ. ഡയറക്റ്റ് ആയിട്ട് കാർനോട്ട് സൈക്കിളിലോട്ടല്ല നമ്മൾ പോകേണ്ടത്. ആദ്യം ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് പഠിക്കണം, കാർനോട്ട് ഹീറ്റ് എഞ്ചിന്റെ പാർട്സ് പഠിക്കണം, പിന്നെ നമ്മൾ കാർനോട്ട് സൈക്കിൾ പഠിക്കണം. അങ്ങനെ നമുക്ക് പഠിച്ച് ഫ്രെയിം ചെയ്ത് നിന്ന് ഉറപ്പിക്കാം. അന്നേരം ഓക്കെ, പവർ വരട്ടെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് തുടങ്ങാം. ഹീറ്റ് എഞ്ചിൻ, കാർനോട്ട് സൈക്കിളൊക്കെ പഠിക്കുന്നതിന് മുമ്പേ ഒരു കഥ പോലും ഇങ്ങനെ ഇത് പഠിക്കണം, നല്ല രസമായിട്ട്. ഹീറ്റ് എഞ്ചിൻ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് എഞ്ചിൻ, കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ, കാർനോട്ട് സൈക്കിൾ, അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്. നമുക്ക് തുടങ്ങാം. അതൊരു കഥ ചൊല്ലിട്ടുമാ, ചൊല്ലി വരാം. ഓക്കെ, എന്താണ് ഹീറ്റ് എഞ്ചിൻ? Heat engine is a device which converts heat energy into mechanical energy. Heat engine is a device which converts heat energy into mechanical energy. ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രീവിയസ് ഇയറിലെ. ഹീറ്റ് എനർജിയുടെ, ഹീറ്റ് എഞ്ചിന്റെ എനർജി കൺവേർഷൻ എന്താണ്?
ഇറ്റ് കൺവേർട്സ് ഹീറ്റ് എനർജി ഇൻടു മെക്കാനിക്കൽ എനർജി. ഈ പ്രാക്ടിക്കൽ ഹീറ്റ് എഞ്ചിൻ can be basically classified into two. ചിലപ്പം ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ചിലവ് കേൾക്കുന്നത്. പ്രാക്ടിക്കൽ ഹീറ്റ് എഞ്ചിൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനും, രണ്ട് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനും. ഈ കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തുക എന്നുള്ളതാണ്. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in an external combustion engine, combustion takes place outside the cylinder. External എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ആണ്. സിലിണ്ടറിന് പുറത്താണ് ആ ഫ്യൂല് കത്തുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ആണ്. അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി 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 ലോ. 30% ആണ് മാക്സിമം അതിന്റെ എഫിഷ്യൻസി. 30%. ഇനി ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, അതിന്റെ എക്സാമ്പിൾ, എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റീം എഞ്ചിൻ ആണ്. ഏതാണ്? സ്റ്റീം എഞ്ചിൻ. ഇനി എന്തായിരിക്കാം ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ? ഇൻ ആൻ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ combustion takes place inside the cylinder. അതിന് എക്സാമ്പിൾ ആണ് പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും എല്ലാം. അതിന്റെ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് 50% ആണ്. നമ്മൾ ഓടിക്കുന്ന ബുള്ളറ്റിന്റെയും കാറിന്റെയും ഒക്കെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര ശതമാനം മാത്രമേ ഉള്ളൂ? മാക്സിമം 50% മാത്രമേ ഉള്ളൂ. 100% ഒക്കെ ആണെങ്കിൽ നമ്മൾ 1 ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം 200, 250, 300 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടിയാൽ. അങ്ങനെ ഇരിക്കുകയാണ് ഒരാളോടെ കടന്നു വന്നു. വേറെ ആരെയല്ല, കാർനോട്ട് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് 100% എഫിഷ്യൻസി ഉള്ള ഒരു ഹീറ്റ് എഞ്ചിൻ കണ്ടുപിടിച്ചു. പലരും അതിനെ പ്രാക്ടിക്കൽ ഹീറ്റ് എഞ്ചിൻ അല്ല പുള്ളി കണ്ടുപിടിച്ച് പറ്റിച്ചു കളഞ്ഞു. പുള്ളി കണ്ടുപിടിച്ചത് തിയററ്റിക്കൽ ഹീറ്റ് എഞ്ചിനാണ്. കാർനോട്ട് കണ്ടുപിടിച്ചത് എന്ത് ഹീറ്റ് എഞ്ചിനാണ്? പ്രാക്ടിക്കലി നമുക്കത് പോസിബിൾ ആയിട്ടില്ല ഇന്നേ വരെ. ഇപ്പം നിങ്ങൾ ഒരാൾ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് നോബൽ പ്രൈസ് കിട്ടിയേക്കാം. അന്നേരം 100% എഫിഷ്യൻസി ഉള്ള പ്രാക്ടിക്കൽ അല്ല തിയററ്റിക്കൽ ഹീറ്റ് എഞ്ചിനാണ് കാർനോട്ട് കണ്ടുപിടിച്ചത്. ആ കാർനോട്ടിന്റെ ഹീറ്റ് എഞ്ചിന്റെ പാർട്സിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അന്നേരം കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ തിയററ്റിക്കൽ എഞ്ചിൻ ആണ്. ഇറ്റ്സ് എഫിഷ്യൻസി ഈസ് 100%. തുടക്കം ക്ലിയർ ആയില്ലേ? അടിപൊളി ഇൻട്രോ ആയില്ലേ? അന്നേരം എന്തൊക്കെ നമ്മൾ പഠിച്ചു? ഹീറ്റ് എഞ്ചിൻ പഠിച്ചു, അതിന്റെ കൺവേർഷൻ പഠിച്ചു, എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ. അതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, തിയററ്റിക്കൽ ഹീറ്റ് എഞ്ചിൻ ആണ്. ഇറ്റ്സ് എഫിഷ്യൻസി ഈസ് 100% എഫിഷ്യൻസി ആണ്. ഇനി ഡിഫറെന്റ് പാർട്സ് ഓഫ് കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, അതിലേക്ക് പോവാം. നമ്മൾ എന്താണ് കാർനോട്ട് ഹീറ്റ് എഞ്ചിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. തിയററ്റിക്കൽ ഹീറ്റ് എഞ്ചിൻ ആണെന്ന് പറഞ്ഞു. അതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 100% ആണ്. സഭയായിട്ടും അതിന്റെ പാർട്സ് അറിഞ്ഞിരിക്കണം അല്ലെ? പാർട്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കാർനോട്ട് സൈക്കിൾ പഠിക്കാൻ പറ്റൂ. അന്നേരം the essential parts of a Carnot heat engine are: 1. Working substance. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം പേരുകളൊക്കെ പഠിക്കാം. ഞാൻ ഇങ്ങനെ എഴുതണേ. The essential parts of a Carnot heat engine are: താഴെ 1 വർക്കിംഗ് സബ്സ്റ്റൻസ്, അതിന്റെ താഴെ 2. എല്ലാം ഒറ്റ വരി എഴുതരുത്. 4 വരിയിൽ എഴുതിയാൽ 4 വരി അങ്ങ് ഫുൾ ആവും. അന്നേരം മാർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതൊരു ട്രിക്കാണ് കേട്ടോ, ചുമ്മാ അല്ല, സീരിയസ് ആണ്. അന്നേരം the essential parts of a Carnot engine are: 1. Working substance, 2. Source, 3. Insulating stand, 4. Sink. 4 പാർട്സ് കാണാൻ എന്നോടൊപ്പം പെട്ടെന്ന് പറഞ്ഞാൽ the essential parts of a Carnot heat engine are: first one working substance, second one source, third one insulating stand, and fourth one sink. ഇനി ഓരോന്നിനെ കുറിച്ച് നമുക്ക് പറയാം, എളുപ്പം. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സിലിണ്ടർ ആണ്. സിലിണ്ടറിനകത്തൊരു ഐഡിയൽ ഗ്യാസ് ആണ്. എന്ത് ഈ ഐഡിയൽ ഗ്യാസ്? ഐഡിയൽ പേഴ്സൺ എന്നൊക്കെ പറയുന്ന പോലെ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്യാസിന്റെ ലോസും ഒക്കെ ഒബേ ചെയ്യുന്നതായിരിക്കും. ബോയിസ് ലോയും ചാൾസ് ലോയും അവഗാഡ്രോസ് ലോയും ഒക്കെ ഒബേ ചെയ്ത് അല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്ന ഗ്യാസ് ആണ് ഐഡിയൽ ഗ്യാസ്. അന്നേരം ഈ സിലിണ്ടറിനകത്തൊരു ഐഡിയൽ ഗ്യാസ് ഉണ്ട്. ഈ രണ്ടറ്റം, ഇത് ഈ വരച്ചേക്കുന്ന എല്ലാ ഭാഗങ്ങളും, ആ വോൾസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇൻസുലേറ്റിംഗ് വോൾസ് ആണ്. ഇൻസുലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ടക്ട് ചെയ്യത്തില്ല, പക്ഷേ
ബേസ്, ഇതിലെ ബേസ് കണ്ടക്ടിങ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻസുലേറ്റിംഗ് വാൾസ് ആൻഡ് കണ്ടക്ടിങ് ബേസ്. പിസ്റ്റൺ ആണ്. എന്തിനാണ് പിസ്റ്റൺ? ഇപ്പം ലിബറേറ്റ് ചെയ്യാനും അബ്സോർവ് ചെയ്യാനൊക്കെ നമുക്ക് പിസ്റ്റൺ, ഗ്യാസിനെ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഇതാക്കാൻ വേണ്ടി നമുക്ക് പിസ്റ്റൺ ഉപയോഗിക്കാം. പിസ്റ്റൺ ഒരു എസെൻഷ്യൽ പാർട്ടാണ് വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ്. ഒന്നുകൂടെ ഞാൻ പറയാം, വർക്കിംഗ് സബ്സ്റ്റൻസ് അകത്ത് എന്തൊക്കെയുണ്ട്? ഒരു സിലിണ്ടർ ഉണ്ട്, അതിനകത്തൊരു ഐഡിയൽ ഗ്യാസ് ഉണ്ട്, ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള വാൾസ് ഉണ്ട്, കണ്ടക്ടിങ് ആയിട്ടുള്ള ബേസ് ഉണ്ട്. കണ്ടക്ടിങ് ബേസ് ആയിരിക്കണം ഓട്ടോമാറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോസസ് നടക്കത്തില്ല. കണ്ടക്ടിങ് ബേസ് ഉണ്ട്, പിന്നെ പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, അടുത്തത് സോഴ്സ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ പാത്താന ഹോട്ട് ബോഡിയാണ്. പാത്താനല്ല, ക്രൂരല്ല. ഹോട്ട് ബോഡിയാണ് ഓഫ് ടെമ്പറേച്ചർ T1. ഹോട്ട് ബോഡി ഓഫ് ഹയർ ടെമ്പറേച്ചർ. ഹോട്ട് ബോഡിയാണ്, ഹോട്ട് ബോഡി എന്ന് പറയുമ്പോൾ ഹയർ ടെമ്പറേച്ചർ ആണ്, ഡിനോട്ട് ബൈ ദി ലെറ്റർ T1. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഭയങ്കര പോത്താണ്. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹീറ്റ് അബ്സോർവ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. ഒരു സാധാരണ ഒരു പലക, നമ്മൾ സാധനം ഇങ്ങനെ ഇരിക്കുന്ന പലക പോലെ ഒരു സാധനം ഒന്ന് വിചാരിച്ചാൽ മതി. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അടുത്ത സിങ്ക്. സിങ്ക് എന്ന് പറയുന്നത് നമുക്കൊക്കെ ഇഷ്ടമാണ്. കോൾഡർ ടെമ്പറേച്ചർ ആണ്, ലോവർ ടെമ്പറേച്ചർ. ലോവർ ടെമ്പറേച്ചർ പറയുമ്പോൾ കോൾഡാണ്. ലോവർ ടെമ്പറേച്ചർ ആണ്, കോൾഡർ ആണ്, അത് ഡിനോട്ട് ചെയ്യുന്നതാണ് T2. എന്ത് രസം! എസെൻഷ്യൽ പാർട്സ് കഴിഞ്ഞു, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും മതി. 4 വർക്കിംഗ് സബ്സ്റ്റൻസ്, സോഴ്സ്, സിങ്ക്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്, സിങ്ക്. ഈ ഓർഡറിൽ തന്നെ കറക്റ്റ് ആയിട്ട് പോകണം കേട്ടോ. വർക്കിംഗ് സബ്സ്റ്റൻസ്, സോഴ്സ്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്, സിങ്ക്. ക്ലിയർ? ഇനി ഞാൻ പെട്ടെന്ന് ഒരു ചോദ്യം ചോദിക്കാം. ഏതാണ് ഈ ലോവർ ടെമ്പറേച്ചർ കോൾഡർ? സിങ്ക് ആണ്. ഏതാണ് ഹയർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹോട്ടർ ബോഡി എന്ന് പറയുന്നത്? സോഴ്സ് ആണ്. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഡിയൽ ഗ്യാസ് ഉണ്ട്, ഇൻസുലേറ്റിംഗ് വാൾസ് ഉണ്ട്, കണ്ടക്ടിംഗ് ബേസ് ഉണ്ട്, പിസ്റ്റൺ ഉണ്ട്. എന്തൊക്കെ കാര്യങ്ങളുണ്ട് അല്ലേ? അന്നേരം ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ പാവത്താനാണ്. നമ്മൾ അബ്സോർവ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല ഹീറ്റിനെ. അന്നേരം പാർട്സ് ഓഫ് എ ഹീറ്റ് എഞ്ചിൻ കഴിഞ്ഞു. അടുത്തത് ബാഹുബലി വന്നു. കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് സൈക്കിൾ നമുക്ക് പഠിക്കാം, ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ നമ്മൾ ഫൈനലി കാർനോട്ട് സൈക്കിളിൽ എത്തി. ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കാർനോട്ട് സൈക്കിളിന്റെ പടം മാത്രം വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. 2 മാർക്ക്. ഏതൊക്കെ പ്രോസസ്സ് കാർനോട്ട് സൈക്കിളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. പ്രോസസ്സ് മാത്രം എഴുതുന്നതിന് 2 മാർക്ക്. ഇനി അതിന്റെ വർക്കിംഗ് എല്ലാം എഴുതുന്നതിന് 4 മാർക്ക് വരെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്ക് വരെ ക്വസ്റ്റ്യൻ ചോദിക്കാം കാർനോട്ട്. അന്നേരം എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കാർനോട്ട് സൈക്കിൾ ഇതാണ് അതിന്റെ ഡയഗ്രാം. ഇതൊരു PV ഡയഗ്രാം ആണ്. PV, വോളിയം അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് പ്രഷർ അലോങ് ദി വൈ ആക്സിസ്. ഇതിനെ നമുക്ക് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്നൊക്കെ പറയും. കാരണം തെർമോഡൈനാമിക് വേരിയബിൾസ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയാം. അന്നേരം കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം ആണ്, അല്ലെങ്കിൽ PV ഡയഗ്രാം ആണ്. വോളിയം അലോങ് ദി, എപ്പോഴും ഓർക്കണം, വോളിയം അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് പ്രഷർ അലോങ് ദി വൈ ആക്സിസ്. ഇനി പടം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം സ്വാഭാവികമായിട്ടും. ഇനി ഏതൊക്കെ പ്രോസസ് ആണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? പോയിന്റ്സ് ആയിട്ട് പഠിച്ചാൽ മതി. ഞാൻ പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് വൺ ഐസോതെർമൽ എക്സ്പാൻഷൻ. Second one, adiabatic expansion. Expansion. Third one, isothermal combustion. And fourth one, adiabatic combustion. കണ്ടോ? ഈ 4 പ്രോസസ് എഴുതുന്നതിന് പോലും 2 മാർക്ക് കറക്റ്റ് ആയിട്ട് എഴുതണം. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ. ഇനി ഇതിന്റെ വർക്കിംഗ് ഇതുപോലെ കഥ പോലെ അങ്ങ് പഠിച്ചിരുന്നാൽ സ്വന്തം സെന്റൻസ് അങ്ങ് എഴുതാം, കാണാപ്പാടം പഠിക്കേണ്ട. അന്നേരം ശ്രദ്ധിച്ച് കേട്ടാ. അന്നേരം നമുക്ക് തുടങ്ങാം. എന്നിട്ട് നിങ്ങൾ ഈ സൈക്കിൾ ഒന്ന് നോക്കി, ഞാൻ വരയ്ക്കുന്നതിനെക്കാട്ടി വൃത്തിയായിട്ട് നിങ്ങൾ വരച്ചോണം കേട്ടോ. മൊത്തത്തിൽ ഈ സൈക്കിൾ നമുക്ക് ഇങ്ങനെ പറയാം, ABCDA. എയിൽ നിന്ന് തുടങ്ങി എയിൽ അവസാനിക്കുന്നു. ABCDA. ഇത് 4 കർവായിട്ട് ഡിവൈഡ് ചെയ്തില്ലേ? AB, BC, CD,
DA. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം എ കാർനോട്ട് സൈക്കിൾ ഹാസ് 4 ഓപ്പറേഷൻസ്. ഫസ്റ്റ് വൺ ഐസോതെർമൽ എക്സ്പാൻഷൻ. ഞാൻ ആ പാർട്സ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഐഡിയൽ ഗ്യാസ് ഉണ്ട്, സിലിണ്ടർ ഉണ്ട്, ഇതിനെല്ലാം നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസിനകത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഐഡിയൽ ഗ്യാസിൽ നിങ്ങൾ ആലോചിക്കുക, അതിനൊരു പ്രഷർ ഉണ്ട് P1, അതിനൊരു വോളിയം ഉണ്ട് V1, അതിനൊരു ടെമ്പറേച്ചർ ഉണ്ട് T1 എന്ന് വിചാരിക്കും. ആദ്യം ഞാൻ ഈ സിലിണ്ടർ അല്ലെങ്കിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്തിട്ട് ആദ്യം വെക്കുന്നത് സോഴ്സിലാണ്. കാരണം വർക്കിംഗ് സബ്സ്റ്റൻസ് നിങ്ങളുടെ മനസ്സിലാ പിക്ചർ വേണം. വർക്കിംഗ് സബ്സ്റ്റൻസ് കഴിഞ്ഞ് തൊട്ടടുത്തിരിക്കുന്നത് സോഴ്സാണ്. ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്തിട്ട് ഞാൻ സോഴ്സിൽ കൊണ്ടുവച്ചു. ഏത് പ്രോസസ്? അത് ഐസോതെർമലാണ്. അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് ആണ്. ഓൾറെഡി ആ ഐഡിയൽ ഗ്യാസിന്റെ ടെമ്പറേച്ചർ T1 ആണ്, അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും T1. പക്ഷെ അവിടുത്തെ പ്രഷർ മാറും. ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ടും P1 എന്നുള്ളത് P2 ആവും, വോളിയം മാറും, V1 എന്നുള്ളത് V2 ആവും. ഇത് റെപ്രസെന്റ് ചെയ്യുന്ന കർവാണ് AB. അവിടെ Q1 എന്ന് പറയുന്നത് ഹീറ്റ് അബ്സോർബ്ഡ് ഡ്യൂറിങ് ഐസോതെർമൽ എക്സ്പാൻഷൻ. ഇത്രയും കാര്യങ്ങൾ മാത്രം ഐസോതെർമൽ എക്സ്പാൻഷൻ എഴുതിയാൽ മതി. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വർക്കിംഗ് സബ്സ്റ്റൻസ് ആദ്യം എവിടെ എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ആദ്യം സോഴ്സിൽ കൊണ്ടുവെക്കണം. ഐസോതെർമൽ എന്ന് പറയുന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അന്നേരം ടെമ്പറേച്ചർ T1 ആയിട്ട് തന്നെ നയിക്കും. പ്രഷർ ആൻഡ് വോളിയം ചേഞ്ചസ് ടു P2 ആൻഡ് V2 അല്ലെ. റെപ്രസെന്റ് ചെയ്യുന്ന കർവ് എന്ന് പറയുന്നത് AB ആണ്. Q1 ഈസ് ദി ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദി ഐസോതെർമൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, അന്നേരം ഐസോതെർമൽ എക്സ്പാൻഷൻ ഡിനോട്ട് ചെയ്യുന്ന കർവ് എന്ന് പറയുന്നത് AB. അത് ക്ലിയർ ആയി. അടുത്ത അഡിയാബാറ്റിക് എക്സ്പാൻഷൻ. ഇനി നമ്മൾ ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്തിട്ട് ഈ സിലിണ്ടർ എടുത്തിട്ട് നമ്മൾ എവിടോട്ട് കൊണ്ടുവെക്കും? സോഴ്സ് കഴിഞ്ഞ് അടുത്തത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഞാൻ പറഞ്ഞൊരു പലക പോലെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അബ്സോർബ് ചെയ്യുകയും ലിബറേറ്റ് ഒന്നും ചെയ്യത്തില്ല. അന്നേരം ഇപ്പൊ ഓൾറെഡി ഉള്ള ടെമ്പറേച്ചർ എന്തോ അത് മനസ്സിൽ വേണം, T1 അത് T2 കാരണം അബ്സോർബ് ചെയ്യുന്നു, ഹീറ്റ് ചെയ്ത് ടെമ്പറേച്ചർ കുറയുമായിരിക്കാം. അന്നേരം ടെമ്പറേച്ചർ മാറി T2 ആയി, വോളിയം മാറി V3 ആയി, പ്രഷർ മാറി P3 ആയി. അന്നേരം അത് റെപ്രസെന്റ് ചെയ്യുന്ന കർവാണ് ഏത് റെപ്രസെന്റ് ചെയ്യുന്നത്? അഡിയാബാറ്റിക് എക്സ്പാൻഷൻ റെപ്രസെന്റ് ചെയ്യുന്ന കർവാണ് BC. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഐസോതെർമൽ AB. ഇത് BC ആണ്. വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്ത് എവിടെ കൊണ്ടുവച്ചു? ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ കൊണ്ടുവച്ചു. അവിടുത്തെ ടെമ്പറേച്ചർ T1 എന്നുള്ളത് ഫോൾസ് ടു T2 ആയി, പ്രഷർ മാറി P3 ആയി, വോളിയം മാറി V3 ആയി. ക്ലിയർ? ഇറ്റ് ഈസ് റെപ്രസെന്റ് ബൈ ദി കർവ് BC. സിമ്പിൾ. അടുത്തത് ഐസോതെർമൽ കംപ്രഷൻ. നിങ്ങൾ തന്നെ പറ, എവിടെ കൊണ്ടുപോകണം? ഐസോതെർമൽ കംപ്രഷൻ. വർക്കിംഗ് സബ്സ്റ്റൻസ് ഇനി വെക്കാൻ ഒരു സ്ഥലമേ ഉള്ളൂ. എവിടാ? സിങ്കിൽ കൊണ്ടുവച്ചു. എന്നിട്ട് നിങ്ങൾ അറിയേണ്ടത് ഐസോതെർമൽ ടെമ്പറേച്ചർ ഇപ്പൊ നിൽക്കുന്നത് എന്തുവാ? T2. ആ ടെമ്പറേച്ചർ അവിടെ തന്നെ നിൽക്കും, T2 തന്നെ നിൽക്കും. പക്ഷേ അവിടുത്തെ പ്രഷർ മാറും, P4 ആവും, വോളിയം മാറും, V4 ആവും. അത് റെപ്രസെന്റ് ചെയ്യുന്ന കർവാണ് CD. അവിടെ Q2 എന്ന് പറയുന്നത് ഹീറ്റ് റിജക്റ്റഡ് ഓർ റിമൂവ്ഡ് എന്ന് പറയുന്നത്, ഹീറ്റ് റിജക്റ്റഡ് ഓർ ലിബറേറ്റഡ്. അതാണ് Q2 എന്ന് പറയുന്നത്. മറ്റേത് അബ്സോർബ് ചെയ്യുന്നത്, നേരെ ഇത് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നതുമാണ്. ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ഐസോതെർമൽ കംപ്രഷൻ റെപ്രസെന്റ് ചെയ്യുന്ന കർവാണ് CD. ഇപ്പൊ മൂന്നെണ്ണം വെക്കുന്ന എവിടെ മനസ്സിലായില്ലേ? ആദ്യം വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്ത് എവിടെ കൊണ്ടുവച്ചു? സോഴ്സിൽ കൊണ്ടുവച്ചു. ആദ്യം അടുത്ത വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്ത് കൊണ്ട് നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചു. അടുത്ത വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്ത് നമ്മൾ എവിടെ കൊണ്ടുവച്ചു? സിങ്കിൽ കൊണ്ടുവച്ചു. പക്ഷേ അന്നേരത്തിനെല്ലാം കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ വിചാരിക്കും അഡിയാബാറ്റിക് കംപ്രഷൻ. അന്നേരം ഇവിടെ വരെ ആയതേ ഉള്ളൂ പ്രോസസ്സ്. ഇനി നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് എവിടെ കൊണ്ടുവെക്കും? അവിടെയാണ് എല്ലാവരും തെറ്റിക്കുന്നത്. വർക്കിംഗ് സബ്സ്റ്റൻസ് നമ്മൾ സോഴ്സിനും സിങ്കിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമുക്ക് യാതൊരു പ്രശ്നമില്ലാത്ത ഒരു വ്യക്തിയുള്ളൂ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വീണ്ടും എടുത്ത് വെക്കണം. ഈ സിലിണ്ടർ അല്ലെങ്കിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്ത് നമ്മൾ എന്തോ കൊണ്ടുവച്ചു? ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ കൊണ്ടുവച്ചു. അന്നേരം ഇത് പഴയ രീതിയിലോട്ട് എയിലോട്ട് പോവുക. പഴയ നമ്മുടെ ടെമ്പറേച്ചർ ആദ്യകാല ഘട്ടത്തിലെ ടെമ്പറേച്ചറിലേക്ക് വരും. ടെമ്പറേച്ചർ T1 ആകും, പ്രഷർ എന്ന് പറയുന്നത് P1 ആകും, വോളിയം എന്ന് പറയുന്നത് V1 ആകും. കാരണം ഒരു കംപ്ലീറ്റ് സൈക്കിൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുക. എയിലാണ് നമ്മൾ തുടങ്ങി, അവിടെ അവസാനിക്കുന്നത് വീണ്ടും തിരിച്ച് T1, പ്രഷർ P1, വോളിയം V1.
അത് റെപ്രസെന്റ് ചെയ്യുന്ന കർവാണ് DA. മൊത്തത്തിൽ ഈ സൈക്കിൾ എന്ന് പറയുന്നത് ABCDA കംപ്ലീറ്റ് സൈക്കിൾ ABCDA. അവിടുത്തെ നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ W is equal to വളരെ ഇമ്പോർട്ടൻ്റ് കൂടെ തന്നെ എഴുതിയിരിക്കണം Q1 minus Q2. Q1 minus Q2 very important. നെറ്റ് വർക്ക് ഡൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ W is equal to Q1 എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ്, Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് റിജക്റ്റഡ്. നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ Q1 മൈനസ് Q2. ഒരെണ്ണം അബ്സോർബ് ചെയ്യുന്നു, ഒരെണ്ണം റിജക്ട് ചെയ്യുന്നു. നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ W is equal to Q1 മൈനസ് Q2. ഇത്രയാണ് കാർനോട്ട് സൈക്കിൾ. എന്ത് ഈസി. നമ്മള് ഹീറ്റ് എഞ്ചിൻ പഠിച്ചു, കാർനോട്ട് എഞ്ചിൻ പഠിച്ചു, ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. കാർനോട്ട് സൈക്കിൾ ഗ്രാഫ് പഠിച്ചു, പ്രോസസ് ഒക്കെ കിടുകാച്ചയായിട്ട് പഠിച്ചു, നെറ്റ് വർക്ക് ഡൺ പഠിച്ചു. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരെണ്ണോട് അങ്ങ് എഴുതി പോകുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങോട്ടങ്ങ് എഴുതാം, സ്ഥലമില്ല. തെർമൽ എഫിഷ്യൻസി. ഡിനോമിനേറ്റർ ഈറ്റ. തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇവിടെ എഴുതി കാണാമായിരിക്കും അല്ലേ? സോറി. തെർമൽ എഫിഷ്യൻസി കാർനോട്ട് സൈക്കിളിന്റെ കൂട്ടത്തിൽ 5 മാർക്കിനൊക്കെ ചോദിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇത് മാത്രം 2 മാർക്കിനൊക്കെ ഈറ്റ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈറ്റ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഡിനോമിനേറ്റർ ഈറ്റ ആണ്, തെർമൽ എഫിഷ്യൻസി ഡിനോമിനേറ്റർ ഈറ്റ ആണ്. ഈറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് നെറ്റ് വർക്ക് ഡൺ ടു ദി ഹീറ്റ് അബ്സോർബ്ഡ്. നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Q1 മൈനസ് Q2 ടു ദി ഹീറ്റ് അബ്സോർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് അബ്സോർബ് ഡിനോട്ട് ചെയ്ത ലെറ്റർ ഏതാ? Q1. ഇത് വെച്ച് പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യാതൊക്കെ. Q1 മൈനസ് Q2 ബൈ Q1. ഇത് ഇൻ ടേംസ് ഓഫ് എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ഓർ റിജക്റ്റഡ്. ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചറിൽ പറയുവാണെങ്കിൽ ഇതേപോലെ നിങ്ങൾ എഴുതുക. Q1 പകരം T1 മൈനസ് T2 ബൈ T1. രണ്ടെണ്ണവും പഠിച്ചു വെച്ചേക്കുക. രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാർനോട്ട് സൈക്കിളിലോട്ടൊക്കെ കയറിയും പോയി. ഓക്കെ, ഇതാണ് രണ്ട് ഇക്വേഷൻ തെർമൽ എഫിഷ്യൻസി. വാട്ട് ഈസ് മീൻ ബൈ തെർമൽ എഫിഷ്യൻസി? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് നെറ്റ് വർക്ക് ഡൺ ടു ദി ഹീറ്റ് അബ്സോർബ്ഡ്. It is equal to Q1 minus Q2 by Q1. In terms of temperature, it is written as it is equal to T1 minus T2 by T1. ഇങ്ങനെ അടിച്ച് പൊളിച്ചങ്ങ് പഠിക്കണം കേട്ടോ. ഇന്ന് നമ്മള് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്ന ഒരു വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയാനുള്ള കാരണം ഒരുപാട് വട്ടം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഇഷ്ടം പോലെ വട്ടം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അല്ല, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതാണ് കംപ്ലീറ്റ്. ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് അറിയോ? റെഫ്രിജറേറ്റർ ഇതിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്യാം. ഞാൻ കുറേ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഇതിന്റെ ചെയ്തിട്ടുണ്ട്, പിന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്തു തരാം. പിന്നെ കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആ സ്ഥലത്ത് ഒരു വീഡിയോ ഇടാൻ ഇതിനകത്ത് തീർന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞായിട്ട് 2 ക്ലാസ് കൊണ്ട് തീരും. പോസ്റ്റേറ്റ്സ് ഓഫ് 93. അടുത്ത ആഴ്ച കൊണ്ട് മിക്കവാറും നമ്മുടെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ്. അടുത്ത ആഴ്ച നല്ല മിക്കവാറും കംപ്ലീറ്റ് ആണ്. പിന്നെ നമുക്ക് പ്രീവിയസ് ഇയറും വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം ചെയ്ത് പടക്കനായിട്ട് നമുക്ക് പോകണം. എപ്പോഴും ഞാൻ ദൈവം സഹായിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ പ്രാർത്ഥനാപൂർവ്വം നിങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാവും. പരീക്ഷയുടെ തലേദിവസം, പരീക്ഷയുടെ അന്ന് വരെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൂടെ ഉണ്ടാവും. ഒരു ടെൻഷനും വേണ്ട. +2 എപ്പോഴും ടെൻഷൻ അടിക്കുന്നവർക്ക് അറിയാം. +2 ഇനി എല്ലാവരും പറ്റുമോ എന്ന് ടെൻഷൻ അടിക്കുന്നവർക്ക് ധൈര്യമായിട്ടും ഉറപ്പായിട്ടും 100% നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ചടപറന്നെടുക്കാം. ഒരു കുഴപ്പമില്ല. ഏറ്റവും ലോ ഈ ഫീസിൽ എടുക്കുന്ന എനിക്ക് കേരളത്തിൽ ഒരു അധ്യാപകനിൽ നിന്ന് കണ്ണും പൊട്ടി നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഉറപ്പായിട്ടും നമ്മൾ 100% അതിനകത്ത് എഫേർട്ട് എടുക്കും, അടിപൊളിയായിട്ട് പഠിക്കും, റിവിഷൻ നടത്തും. ഇതിന്റെ ഡബിൾ എഫക്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇതിൽ നിങ്ങൾ എഫക്ട് ഉണ്ടാക്കാൻ നിങ്ങൾ മാക്സിമം പഠിക്കുക, മാക്സിമം ഹാർഡ് വർക്ക്, മാക്സിമം മാർക്ക്. അന്നേരം ഒരു ഫുൾ ഫ്രെയിമിൽ നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് വെക്കാനുള്ള രീതിയായല്ലോ കാർനോട്ട് സൈക്കിൾ. ഇനി ഒരു സംശയം ചോദിക്കരുത്. ഓക്കെ വാ അന്നേരം ബൈ, സീ യു. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.